പത്തരമാറ്റിന്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ജാനകി എല്ലാ സത്യങ്ങളും തിരിച്ചറിയുന്നുണ്ട്. തൻ്റെ ഏട്ടത്തിക്ക് ലിവർ നൽകിയത് ഞാൻ ഇത്രയും നാളും കുറ്റപ്പെടുത്തി സംസാരിച്ച നയനയാണെന്ന് ജാനകി തിരിച്ചറിയാണ്. അതോടുകൂടി നയനയോടുള്ള സ്നേഹം ഇരട്ടിക്കുന്നുണ്ട്. ദേവയാനി തൻ്റെ കൂട്ടുകാരിക്ക് ഫോൺ ചെയ്യുന്ന സമയത്ത് ആ വഴി വന്ന ജാനകി അതെല്ലാം കേൾക്കുന്നുണ്ട്. നയനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് ജാനകിക്ക് മനസ്സിലാവുകയാണ്. ജാനകിയാണെങ്കിൽ അതെല്ലാം മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരിക്കും. നയനയാണ് തനിക്ക് ലിവർ തന്നതെന്നും തന്റെ ജീവൻ രക്ഷിച്ച പെൺകുട്ടി നയനയാണെന്ന് ഞാൻ കണ്ടെത്തിയെന്നും ഫോണിലൂടെ സംസാരിക്കുന്നത് ജാനകി കേൾക്കുന്നു. ഇത് കേൾക്കുന്നതും ആകെക്കൂടി ഞെട്ടിയാണ് നിൽക്കുന്നത്. തന്നോട് ഇത്രയും അടുത്ത് പെരുമാറുന്ന തന്റെ ഏട്ടത്തി തന്നോട് ഇതൊക്കെ മറച്ചു വെച്ചല്ലോ എന്നോർത്ത് വല്ലാത്ത സങ്കടത്തിലായിരിക്കും ജാനകി. അതുമാത്രമല്ല, നയനയെ ഒരുപാട് തരത്തിൽ കുറ്റപ്പെടുത്തുകയും അപമാനിച്ച് സംസാരിക്കുകയും ഒക്കെ ജാനകി ചെയ്തിട്ടുണ്ടല്ലോ. അതെല്ലാം ഓർത്ത് വല്ലാത്ത സങ്കടത്തിൽ നിൽക്കുവാണ്. ജാനകിക്കാണെങ്കിൽ എല്ലാം നേരിട്ട് ദേവിയാനിയോട് ചോദിക്കണം എന്നൊക്കെ ഉണ്ടായിരിക്കും. എന്നാ അപ്പോഴൊന്നും ദേവിയാനിയോട് ചോദിക്കാതെ ജാനകി അവിടെ നിന്ന് പോകുന്നുണ്ട്. മാറിയിരുന്ന് ജാനകി കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം ആലോചിക്കുവാണ്. താൻ എത്ര ക്രൂരമായിട്ടാ നയനയെയും അവരെ വീട്ടുകാരെയും അപമാനിച്ചതും അവരോട് പെരുമാറിയതും എന്നൊക്കെ ഓർത്ത് വല്ലാത്ത സങ്കടത്തിലായിരിക്കും. ഇതൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് ദേവയാനി വരുന്നത്. ദേവയാനി ജാനകിയോട് ചോദിക്കുന്നുണ്ട്, എന്താ നീ ഇങ്ങനെ ഇരിക്കുന്നേ? നീ വല്ലാത്ത ആലോചനയിലാണല്ലോ, എന്താ കാര്യം? അതിപ്പോ ചില കാര്യങ്ങളൊന്നും ആരോടങ്ങ് ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ, മനസ്സിലൊതുക്കേണ്ട പല കാര്യങ്ങളും ഇല്ലേ? അതെന്താ ജാനകി നീ അങ്ങനെയൊക്കെ പറയുന്നേ? നീയും ഞാനും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണോ? ഞാൻ എൻ്റെ അനിയത്തിയെ പോലെയാ നിന്നെ കണ്ടിരിക്കുന്നത്. ഏട്ടത്തി എന്നെ അനിയത്തി പോലെയാണോ കണ്ടിരിക്കുന്നത്? അതെ, നീ ഇങ്ങോട്ട് കയറി വന്ന മുതൽ ഞാൻ നിന്നെ ഒരു അനിയത്തിയെ പോലെ തന്നെയാണ് കണ്ടിരുന്നത്. അത് നിനക്കും അറിയുന്നതാണല്ലോ. നമ്മൾ രണ്ടുപേരുടെയും സ്നേഹം കണ്ട് അച്ഛനും അമ്മയും കൂടെ പറഞ്ഞിരുന്നില്ലേ ചേച്ചി അനിയത്തിയും പോലെ തന്നെയാണെന്ന്? അങ്ങനെയുള്ള നീയാണോ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നേ? അതെനിക്ക് തോന്നിയിട്ടില്ല ഏട്ടത്തി. ഏട്ടത്തിയുടെ സ്വഭാവത്തിലെ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നതാ. അത് കാരണാ എൻ്റെ സ്വഭാവത്തിലെ മാറ്റങ്ങള്. ഇനി എന്തിനാ മറ്റുള്ളവരെ വെറുതെ ദ്രോഹിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതും അവരോട് ദേഷ്യം കാണിക്കുന്നതും? അതുകൊണ്ടാ ഞാൻ സ്വഭാവം മാറ്റിയത്. അത് തന്നാ എനിക്ക് ഏറ്റവും വലിയ സംശയം. ഏട്ടത്തി എന്തിനാ നയനയെ ഇത്രയേറെ സ്നേഹിക്കുന്നത്? നയനയെ ഈ വീട്ടിലോട്ട് ഇനി കൊണ്ടുവരില്ല എന്ന് പറഞ്ഞ ഏട്ടത്തി നയനയെ പോയി വിളിച്ചോണ്ട് വന്നു. ഇവിടെ കൊണ്ടുവന്ന് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അവൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടാ ഏട്ടത്തി നിൽക്കുന്നത്. ഏട്ടത്തി പറയുമ്പോ ആദർശിന് അതൊരു വിഷമാവണ്ട, നയനെ ഇവിടുന്ന് പോയാല് എന്നൊക്കെ പറഞ്ഞിട്ടാ. പക്ഷേ ഏട്ടത്തിയുടെ മനസ്സിൽ എന്തോ ഉണ്ട്. സത്യേട്ടത്തി എൻ്റെ അടുത്ത് ഇപ്പോഴെങ്കിലും തുറന്നു പറ. നീ പറഞ്ഞ കാരണം തന്നെയാ, അല്ലാതെ വേറെ കാരണങ്ങളൊന്നുമില്ലേ ജാനകി? നീ എന്തിനാ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നേ? ഇപ്പോഴേട്ടത്തി എൻ്റെ അടുത്ത് ഒന്നും തുറന്നു പറയുന്നില്ല. അതാ എനിക്ക് ഏറ്റവും വലിയ വിഷമം. ഞാനെല്ലാം അറിഞ്ഞു. ഏട്ടത്തി സംസാരിക്കുന്നതെല്ലാം ഞാൻ കേട്ടു. നയനയാണല്ലേ ഏട്ടത്തിക്ക് ലിവർ തന്നത്. എന്നിട്ട് എൻ്റെ അടുത്തൊരു വാക്ക് ഏട്ടത്തി പറഞ്ഞോ? ആ കുട്ടിയെ ഞാൻ ഏതൊക്കെ തരത്തിലാ ബുദ്ധിമുട്ടിച്ചെന്ന് ഏട്ടത്തിക്ക് അറിയോ? നിന്റെ അടുത്ത് ഞാൻ ആ സത്യങ്ങൾ പറയാത്തത് നയനയാണ് എനിക്ക് ലിവർ തന്നതെന്ന് ഞാൻ അറിഞ്ഞ കാര്യം ആദർശോ ജയേട്ടനോ ഒന്നും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാ ഞാൻ നിന്റെ അടുത്തൊന്നും പറയാത്തത്. ഏട്ടത്തി, അപ്പോ ഏട്ടത്തി ഇതെങ്ങനെയാ അറിഞ്ഞത്? അതൊക്കെ ഞാൻ അറിഞ്ഞു. അവരെന്നോട് എന്തോ മറച്ചു വെക്കുന്നുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ പോയാ ഞാൻ ഈ വിവരം അറിഞ്ഞത്. അതോടുകൂടി നയനയോടുള്ള എല്ലാ ദേഷ്യങ്ങളും മാറി. നയന എനിക്ക് അത്രയും വലിയ കാര്യമല്ലേ ചെയ്തത്. ഏട്ടത്തി, ഇതൊന്നും അറിയാതെയാ അന്ന് അനിയെ സംശയിച്ചത്. അനി അങ്ങോട്ട് മരുന്ന് കൊണ്ടുകൊടുത്തത് നയനയ്ക്കായിരുന്നു. അത് ഇതിനായിരുന്നെന്ന് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. എന്നാ അനാമിക അതൊന്നും അറിയാതെ നയനയെ പിടിച്ച് തള്ളി. ആ സമയത്ത് നന്ദുവിനോട് എനിക്ക് വലിയ ദേഷ്യമായിരുന്നു അനാമികയെ തല്ലിയതിന്. എന്നാ ആ സമയത്ത് ആരായാലും അങ്ങനെ തന്നെയാ പ്രതികരിക്കൂ. ജാനകി, നീയായിരുന്നു അവൾ ഈ വീട്ടിലോട്ട് വന്നപ്പോൾ അവളെ മോളെ പോലെ സ്നേഹിച്ചത്. ആ നീ തന്നെ അവൾക്കെതിരായി. അപ്പോഴും ഞാൻ അവളുടെ കുറ്റങ്ങളെ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. നീ എന്നെ പറഞ്ഞു തിരുത്താനൊക്കെ ശ്രമിച്ചതാ. പിന്നീട് നീയും അവളെ വെറുക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ എൻ്റെ ദേഷ്യം ഇരട്ടിയായി. അതൊക്കെ തെറ്റിദ്ധാരണയായിരുന്നു എന്ന് എനിക്കിപ്പോൾ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതേ ഏട്ടത്തി, എന്നോട് കരഞ്ഞു പറഞ്ഞതാ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അനാമികയെ തട്ടിക്കൊണ്ടുപോയത് ഞാനൊന്നും അല്ല എന്ന്. ആ ഒരു കാരണത്തിന്റെ പുറത്താ ഞാൻ അവളോട് ഇത്രയും ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും അവളോട് എനിക്ക് വെറുപ്പും തോന്നിയത്. പിന്നെ അനിയും നന്ദുവും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്നും പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോഴാ എനിക്ക് ദേഷ്യം വന്ന ഏട്ടത്തി. അതുകൊണ്ടാ അവളോട് ഞാൻ വെറുപ്പ് കാണിച്ചേ. എന്നാ എനിക്ക് അവളോട് മാപ്പ് ചോദിക്കണം. ദേ ജാനകി, അവൾ ഇതൊന്നും അറിയണ്ട. നമ്മൾ അറിയാതെ അവളെ സ്നേഹിച്ചാൽ മതി.
എന്തായാലും ആദർശവും ജയേട്ടനും എൻ്റെ അടുത്ത് എല്ലാം മറച്ചു വെച്ചിരിക്കുകയല്ലേ, എന്നാ എൻ്റെ അടുത്ത് തുറന്നു പറയാമെന്ന് നോക്കട്ടെ. അതുവരെ നമുക്ക് അവളെ മാറി നിന്ന് സ്നേഹിച്ചാൽ മതി. ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിലും അതൊന്നും പുറമേ കാണിക്കണ്ട. അവളോട് ദേഷ്യമായിട്ട് തന്നെ പെരുമാറിയാൽ മതി. ഇനിയിപ്പോൾ നയനെ കൂടുതൽ സ്നേഹിക്കുന്നത് കാണുമ്പോൾ അനാമികയ്ക്കും അത് വലിയ സംശയമാവും. പിന്നെ അവൾക്കും ദേഷ്യമായിരിക്കും. ഇതുപോലെ സത്യങ്ങൾ അനാമികയെയും പറഞ്ഞു മനസ്സിലാക്കാം എന്ന് ദേവയാനി പറയുന്നുണ്ട്. എന്നാലും ഏട്ടത്തി, എനിക്ക് അവളെ കാണുമ്പോൾ സ്നേഹം അടക്കി വെക്കാൻ പറ്റില്ല. നീ എന്തായാലും ഒക്കെ മനസ്സിലൊതുക്കിയാൽ മതി. അവളോട് ഇനിയെങ്കിലും ഇനി നല്ലപോലെ പെരുമാറ് എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. ഓഫീസ് കഴിഞ്ഞ് അങ്ങനെ ആദർശും നയനയും വരുന്നുണ്ട്. ജാനകിയും ദേവയാനിയും കൂടി അവർക്ക് കഴിക്കാനുള്ള ചായയും പലഹാരങ്ങളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. കൂടെ തന്നെ സപ്പോർട്ടായിട്ട് ഇപ്പൊ ജാനകി കൂടെ ഉണ്ടല്ലോ. ഓഫീസിൽ നിന്ന് തിരികെ എത്തുന്ന നയനെ കാണുമ്പോൾ ജാനകിക്ക് വല്ലാത്ത സ്നേഹം തോന്നുന്നുണ്ട്. ചെറു പുഞ്ചിരിയോട് കൂടിയാണ് നിൽക്കുന്നത്. എന്നാ ജാനകിയെ ഒന്നും കൂടെ നോക്കുന്നുണ്ട്. അപ്പൊ ജാനകി ചിരിയൊക്കെ മാറ്റി ഗൗരവത്തിൽ നിൽക്കുവാണ്. ആദർശേ, നീ എന്താ ഇവളുമായിട്ട് കറങ്ങാൻ പോയതാണോ? എത്ര നേരമായി? ഓഫീസിൽ നിന്ന് തിരികെ വരുന്ന സമയമൊക്കെ കഴിഞ്ഞല്ലോ. അത് പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്കില് അവൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പൊ അതിനായിട്ട് ഇറങ്ങിയതാ. അങ്ങനെയൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിലേ ഒന്ന് വിളിച്ചു പറയണം. ഞാൻ കരുതി നിങ്ങൾ പുറത്തെങ്ങാനും കറങ്ങാൻ പോയതാവുമെന്ന്. ഇനിയിപ്പോ ചായയും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണോ തിരികെ എത്തിയത്? അല്ലമ്മേ, ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. ഇയാളുടെ അടുത്ത് ഞാൻ പറഞ്ഞതാ നമുക്ക് ചായ കുടിക്കാമെന്ന്. അപ്പോൾ നയനയാ പറഞ്ഞത് അമ്മ അവിടെ ചായ ഉണ്ടാക്കി കാത്തിരിക്കുന്നുണ്ടായിരിക്കുമെന്ന്. ഓ, അത്രയൊക്കെ സ്നേഹോ എന്നോട്? ഞാൻ നിങ്ങൾക്കായിട്ട് ഇവിടെ ചായയും പലഹാരങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വാ, വന്ന് ചായ കുടിക്ക് എന്നും പറഞ്ഞ് അവരെ ചായ കുടിക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പലഹാരങ്ങളൊക്കെ എടുത്തു വെച്ച് അവർ ഭക്ഷണം കഴിക്കുന്നത് മാറി നിന്ന് നോക്കുന്നുണ്ടായിരിക്കും ജാനകിയും ദേവയാനിയും. പിന്നീടായിട്ട് ദേവയാനി ജാനകിയോട് പറയുന്നുണ്ട്, എൻ്റെ ഒരുപാട് ആഭരണങ്ങൾ അലമാരയിൽ ഇരിപ്പുണ്ട്. നയനമോളാണെങ്കിൽ ഇപ്പോൾ പുതിയ പുതിയ ഡിസൈൻസൊക്കെ വരയ്ക്കുന്നുണ്ടല്ലോ. ആ മോഡലെല്ലാം അവൾക്ക് ആഭരണങ്ങൾ വാങ്ങിക്കൊടുക്കണം. നല്ല നെക്ലേസുകളും വളകളും ഒക്കെ നയനമോൾക്ക് വാങ്ങിക്കൊടുക്കണം. അതുമാത്രമല്ല, അവളുണ്ടാക്കിയ ഡിസൈൻസ് അല്ലേ, അതവൾക്ക് ഒരുപാട് ഇഷ്ടമാവും. ഇതിപ്പോൾ എന്തായാലും എൻ്റെ പഴയ സ്വർണ്ണാഭരണങ്ങളാ, അതൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം എന്നും പറഞ്ഞ് ജാനകിയെ കൂട്ടുപിടിക്കുന്നുണ്ട്. അത് കൊള്ളായിട്ടെത്തി. അതാവുമ്പോൾ മോൾക്ക് ഒരുപാട് ഇഷ്ടാവും. അവളങ്ങനെ ആഭരണങ്ങളൊന്നും ധരിക്കുന്ന കൂട്ടത്തിലല്ല. എന്നാലും അവൾ വരയ്ക്കുന്ന ആഭരണങ്ങൾ അവൾക്ക് തന്നെ വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ ദേവയാനിയും ജാനകിയും തീരുമാനിക്കുകയാണ്. ആദർശിൻ്റെ അടുത്ത് ഇക്കാര്യം പറയുന്നുണ്ട്. ആദർശേ, എൻ്റെ കുറേ പഴയ സ്വർണ്ണാഭരണങ്ങൾ കയ്യിലുണ്ട്. അതിപ്പോൾ പുതിയ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റണം. ഇവള് കുറേ ഡിസൈൻസ് ഒക്കെ വരയ്ക്കുന്നുണ്ടല്ലോ. ആ ഡിസൈൻസിൽ നല്ല ഭംഗിയുള്ള ആഭരണങ്ങൾ സെലക്ട് ചെയ്ത് എനിക്ക് പണിച്ചു കൊണ്ടുവരണം. അതിനെന്താ അമ്മേ, നല്ല നല്ല ഡിസൈൻസ് നയന ഇപ്പോൾ വരയ്ക്കുന്നുണ്ട്. അവള് കാണിച്ചു തരും. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് ഏതാന്ന് വെച്ചാൽ സെലക്ട് ചെയ്താൽ മതി. എൻ്റെ ഇഷ്ടമൊന്നും നോക്കണ്ട, നീ സെലക്ട് ചെയ്താൽ മതി എന്ന് നയനയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. എന്നാ നയനയോടാണെന്ന് കരുതിയിട്ട് അമ്മേ ഞാനാണോ സെലക്ട് ചെയ്യേണ്ടതെന്ന് നയന ചോദിക്കുന്നുണ്ട്. നീയല്ല, ആദർശിൻ്റെ അടുത്താ പറഞ്ഞത്. ആദർശേ, നിന്റെ ഇഷ്ടം പോലെ ആഭരണങ്ങൾ സെലക്ട് ചെയ്യാം, എന്നിട്ട് എത്രയും വേഗം പണിയിച്ചു കൊണ്ടുവാ എന്ന് ദേവയാനി പറയുന്നുണ്ട്. ദേവയാനിയുടെ മനസ്സിൽ അത് നയന തന്നെ ഞാൻ സെലക്ട് ചെയ്യുമെന്ന് ഉറപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ അത് നയനയ്ക്ക് ഇഷ്ടപ്പെടുമെന്ന് ദേവയാനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ആഭരണങ്ങളുമായിട്ട് ആദർശ് 3-4 ദിവസം കഴിയുമ്പോൾ വരുന്നുണ്ട്. ആ ആഭരണങ്ങൾ നേരെ കൊടുക്കുന്നത് നയനയ്ക്കായിരിക്കും. അതും അനാമികയുടെ മുൻപിൽ വെച്ച് ജാനകിയും ദേവയാനിയും ചേർന്നായിരിക്കും കൊടുക്കുന്നത്. ഇത് കണ്ട് ആകെ കൂടെ കലി മൂത്താണ് അനാമിക നിൽക്കുന്നത്. ഇത്രയും സ്വർണ്ണാഭരണങ്ങൾ അവൾക്ക് കൊടുത്തല്ലോ എന്നാലോചിച്ച് ആകെ കൂടെ ദേഷ്യത്തിൽ നിൽക്കുന്ന അനാമിക ദേവയാനിയോട് ചോദിക്കുന്നുണ്ട്. വല്യമ്മയല്ലേ പറഞ്ഞത് വല്യമ്മയുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ എനിക്കുള്ളതാണെന്ന്? എന്നിട്ട് ഇന്നേ വരെ വല്യമ്മ എനിക്കെന്തെങ്കിലും തന്നിട്ടുണ്ടോ? എന്താ മോളെ, നീ ഇങ്ങോട്ട് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് നിനക്ക് ഞാൻ സ്വർണ്ണാഭരണങ്ങൾ തന്നതല്ലേ? ഞാൻ നയനയ്ക്ക് ഇന്നേ വരെ ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ടാ അവള് വരച്ച ഡിസൈൻസിലുള്ള സ്വർണ്ണാഭരണങ്ങൾ അവൾക്ക് തന്നെ കൊടുക്കാമെന്ന് കരുതിയത്. ഇതൊട്ടും ശരിയല്ല വല്യമ്മേ. വല്യമ്മ ചെയ്യുന്നത് ശരിയാണെന്ന് വല്യമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് അനാമിക. അതിന് തക്ക മറുപടിയും ദേവയാനി കൊടുക്കുന്നുണ്ട്. തൻ്റെ മരുമകൾക്ക് സ്വർണം കൊടുക്കുന്നതിൽ നിനക്കെന്താ പ്രശ്നം എന്നൊക്കെ ദേവയാനി അനാമികയോട് ചോദിക്കുന്നുണ്ട്.